തൃശ്ശൂരിലെ ഒരു ചെറിയ ഗ്രാമമാണ് മുണ്ടത്തിക്കോട് എന്ന് പറയുന്നത്. എനിക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു നാടാണ്. ആ നാട്ടിലെ 13 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരം. പക്ഷെ 10 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന കാര്യം. അത് ഒരു വെടിക്കെട്ട് അപകടമുണ്ടായതാണ്. നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തൊക്കെ വെടിക്കെട്ട് നടക്കാറുണ്ട്. അതിൽ പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും ഒക്കെ രണ്ടായി തിരിഞ്ഞുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടുകൾ നടത്താറുണ്ട്. ആ വെടിക്കെട്ടുകൾ നടത്തുന്നതിൻ്റെ ചില തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഗ്ലൗസ് ഇടാതെ, അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കാതെ ഈ കരിമരുന്നുകളെടുത്ത് അവർ ഒരു തവണ കാണിച്ചു തരുന്നതനുസരിച്ച് വളരെ പ്രായമേറിയ വീട്ടമ്മമാരടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇരുന്ന് കൈകൊണ്ട് ഈ പരിപാടിയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ആ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ വലിയൊരു അപകടമുണ്ടായപ്പോൾ 10 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന കൂലി എന്ന് പറയുന്നത് കേവലം പ്രതിദിനം 500 രൂപയാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും പറയണം. അപ്പോൾ ഇതിന് വളരെ കൃത്യമായ ചില നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങളൊന്നും ഒരു കാരണവശാലും തന്നെ കേരളത്തിൽ പാലിക്കാറില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ ഈ കരിമരുന്ന് പ്രയോഗം, വെടിക്കെട്ട്, ഗർഭം കലക്കി പൊട്ടിക്കൽ, കതിന, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഇതിപ്പോൾ അപകടം ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. ഒരു പുറ്റിങ്ങൽ അപകടം 2016 നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ പുറ്റിങ്ങൽ അപകടത്തിൽ 110 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കൂടാതെ 700 പേർക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയത്. എന്ന് പറഞ്ഞാൽ അവർ വലിയ വേദനകളോടുകൂടി ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടർ ടിവിയുടെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ അരുൺകുമാർ പറയുന്നുണ്ടായിരുന്നു, അയാൾ കോൺട്രാക്ടറായി ജീവിതം അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ്. അയാൾ ഇപ്പോൾ ലോട്ടറി വിറ്റാണ് ജീവിക്കുന്നത്. കാരണം അയാളുടെ കൈയും ഒരു കാലും നഷ്ടമായി. കൂടാതെ അയാൾക്ക് ചെവി കേൾക്കാൻ വയ്യ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ദുരന്തപൂർണമായിട്ടുള്ള ഇത്തരം അപകടങ്ങൾ നിരവധി തവണ ആവർത്തിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇത് ഗവൺമെൻറ്റുകൾ നിരോധിക്കാത്തത് എന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യണ്ടേ? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് ചാനലിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം, പിന്തുണക്കാം. അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതുകൂടി പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മന്ത്ലി 179 മുതലുള്ള 359, 179 ഒക്കെ ആയിട്ടുള്ള പ്രൈസസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കീമുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമുക്കതിന് പ്രത്യേകമായിട്ടുള്ള പെർക്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും നിങ്ങൾക്ക് തരാനില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഈ ചാനൽ ഇതുപോലെ സത്യസന്ധമായി നിലനിൽക്കണമെന്നുള്ളവർക്ക് വേണ്ടി അത് ചെയ്യാം എന്നൊരു ഓപ്ഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ഈ അപകടങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ, ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്നും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഒരു നാക്ക് ഒന്ന് അനക്കിയിട്ടില്ല. ഇത്തരത്തിൽ തൃശ്ശൂർ പൂരത്തിൽ ഇനി മുതൽ വെടിക്കെട്ട് വേണ്ട എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും തൃശ്ശൂർ പൂരം നടത്താനും അവിടെ ഇതൊക്കെ തന്നെ വീണ്ടും തുടരാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വീഡിയോ എടുക്കുന്നവരെ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ, ഇത്തരത്തിൽ ആചാരപരമായ അമ്പലങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ രാഷ്ട്രീയം പരുവപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയുള്ള നേതാക്കൾക്ക് പോലും അഭിപ്രായം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകുമെന്നുള്ള വലിയ ഭയമുണ്ടായിരിക്കുന്നു. ഇത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളൊരു വിധിയിൽ അതിനുശേഷമുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള നിലപാടാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് കേരളത്തിലേക്ക് മാത്രമേ എത്താനുണ്ടായുള്ളൂ. മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ അയോധ്യ ആണെങ്കിലും കാശി ആണെങ്കിലും അല്ലെങ്കിൽ മധുരയാണെങ്കിലും മറ്റ് ഈ പറയുന്ന പോലെ ഭുവനേശ്വറിലെ ക്ഷേത്രമാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒറീസയിലെ ക്ഷേത്രമൊക്കെ ആണെങ്കിൽ തന്നെ പുരി ജഗന്നാഥനൊക്കെ തന്നെയാണെങ്കിലും ഈ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി അവിടെയെല്ലാം തന്നെ രാഷ്ട്രീയം നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് കേരളത്തിലേക്കും ശബരിമലയിലെയും തൃശ്ശൂർ പൂരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടികൾ പറയാൻ രാഷ്ട്രീയക്കാർ പോലും ഭയക്കുന്ന ലെവലിലേക്ക് ഈ വിശ്വാസികൾ അത്തരത്തിൽ തീവ്രമായിട്ടുള്ള വിശ്വാസങ്ങളിലേക്കും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഭയമാകുന്ന ഒരു ലെവലിലേക്കുമൊക്കെ തന്നെ കേരളം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ സംഘപരിവാരൊക്കെ ഇവിടെ 50% വിജയിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ അതിനെ എതിർക്കാനോ കഴിയാത്ത വിധം മറ്റ് ജനാധിപത്യ പാർട്ടികളൊക്കെ തന്നെ മൗനം അവലംബിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ കേരളവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം,
കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് ഏതാണ്ട് 600-ലധികം പേരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിലൊക്കെ ഏതാണ്ട് 1 മിനിറ്റ് നേരത്തേക്ക് ഇത്തരത്തിലുള്ള ഫയർ വർക്സുകൾ നടത്തുമ്പോൾ, വെടിക്കെട്ട് നടത്തുമ്പോൾ 1 മിനിറ്റ് നേരത്തേക്ക് പൊട്ടിച്ച് കളയുന്നത് ഏതാണ്ട് 80,000 മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള, ചില വെടിക്ക് 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള ഈ പറഞ്ഞ പോലെ പൈസയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. ചൈനയിലും ചൈനയിലാണ് ഇത് ഏറ്റവും ആദ്യമായി കണ്ടുപിടിച്ചത്. അവിടെ നിന്നാണ് മറ്റു പല പ്രദേശങ്ങളിലേക്കും ഇത് കുടിയേറിയത്. പക്ഷേ ചൈനയടക്കം, ഷാങ്ഹായിലടക്കം മറ്റ് നിരവധി രാജ്യങ്ങളിലടക്കം, ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പോലും ഇതെല്ലാം തന്നെ അവർ ഒഴിവാക്കുകയും ലേസർ ഷോകളും ഡ്രോൺ ഷോകളും ഒക്കെ കൊണ്ടു നിറക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഡ്രോൺ ഷോകളും ലേസർ ഷോകളും ഒക്കെ തന്നെ ഇതിനേക്കാൾ പണച്ചെലവ് കുറഞ്ഞതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ആരാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന കേരളീയ ജനതയെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ മാട്രിമോണികളും കല്യാണവും ഒക്കെ ഇതുപോലെ തന്നെ നിലനിൽക്കണം എന്ന് ആലോചിക്കുന്ന ആരാണെന്ന് അറിയാമോ? അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജ്വല്ലറിക്കാരാണ്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ബിസിനസ് കണ്ടിട്ടാണ് അവരങ്ങനെ ആലോചിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഫയർ വർക്സിൻ്റെയും ഈ പറയുന്ന ഇത് വിൽക്കുന്ന ആളുകളുടെയും, ഇപ്പം ചങ്ങനാശ്ശേരിയിലുള്ള ഒരാൾ എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം നിരവധി തവണ ജയിലിൽ പോയതാണ്. കാരണം ഇത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകും. പക്ഷേ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കടക്കം, പോലീസിനടക്കം, ഉദ്യോഗസ്ഥന്മാർക്കടക്കം വൻ കൈക്കൂലി കൊടുത്തുകൊണ്ടാണ്, പല തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഇതിനുള്ള അസംസ്കൃത വസ്തുക്കൾ, വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വസ്തുക്കൾ അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പലപ്പോഴും നിങ്ങൾ അറിയേണ്ടത്, കണക്കിൽ അവരൊരു 15 കിലോ ഉണ്ടാകുമെന്ന് പറയും. ഇപ്പം ഈ സന്ദർഭത്തിൽ തന്നെ 15 കിലോ ഉണ്ടാകുമെന്ന് പറയും. പക്ഷേ ഏതാണ്ട് 100 കിലോയിലധികമാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്. അതായത് ഇതിൻ്റെ ലൈസൻസ് എടുക്കുകയും അനുമതി മേടിക്കുകയും ചെയ്യുമ്പോൾ വളരെ ചെറിയ, ഈ പറയുന്ന പോലെ ക്വാണ്ടിറ്റിക്ക് മാത്രം, പുറ്റിക്കലിലൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഏതാണ്ട് 5 കിലോയുടെ ക്വാണ്ടിറ്റിക്കാണ് എടുത്തിരുന്നത്. പക്ഷേ അവിടെ ഏതാണ്ട് 300 കിലോ എക്സ്പ്ലോസീവ്സ് ആണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള എക്സ്പ്ലോസീവ്സ് കണക്കിൽപ്പെടാതെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഏതാണ്ട് 3000-ലധികം വരുന്ന മേജറായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മേജർ ക്ഷേത്രങ്ങൾ മാത്രമാണ്. ആ 3000-ഓളം ക്ഷേത്രങ്ങളിൽ ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ വീതം, അല്ലെങ്കിൽ വളരെ ചെറിയ, ഇപ്പം തൃശ്ശൂരൊക്കെ നിങ്ങൾ അറിയേണ്ടത് മുടക്കുന്നത് ഏതാണ്ട് 60 ലക്ഷം 1 കോടി രൂപ വരെയൊക്കെയാണ്. അപ്പോൾ അതിന് പകരം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോലും ഈ വെടിക്കെട്ടുകൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ അതിൻ്റെ എത്രത്തോളം വരും അതിൻ്റെ ബിസിനസ് വാല്യൂ എന്നുള്ളത്? ആയിരക്കണക്കിന് കോടികളുടെ കച്ചവടമാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അവരാണ് ഇതെല്ലാം തന്നെ ആചാരത്തിൻ്റെ ഭാഗമാണെന്നും ഇത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണെന്നും ഒക്കെ ആളുകളെ കൊണ്ട് കാശ് കൊടുത്ത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സംശയം തോന്നും. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞ് വലിയ പ്രകടനമൊക്കെ നടക്കുന്നതിന് വേണ്ടി ആരാണ് അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്കും അത്തരത്തിലുള്ള പ്രചരണത്തിനൊക്കെ ഫണ്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഈ പറയുന്ന പോലെ പേവിഷബാധയ്ക്ക് വേണ്ടി മരുന്നുൽപ്പാദിപ്പിക്കുന്ന കമ്പനികളാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ആളുകൾ ചത്താലും കുഴപ്പമില്ല, പകരം തങ്ങളുടെ ബിസിനസ് നടക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൈകളിലാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ എന്നുള്ളത് മറന്നു പോകരുത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ അനുഷ്ഠാനവുമായിട്ടോ ഏതെങ്കിലും ആചാരവുമായിട്ടോ ബന്ധപ്പെട്ടൊരു കാര്യമല്ല. വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും മാറ്റാൻ കഴിയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഉള്ള ഇപ്പോൾ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അതായത് പെട്ടെന്ന് വ്രണപ്പെടുന്ന വികാരങ്ങളുണ്ട് എന്നറിയാവുന്ന ആളുകൾ അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവുകൾക്ക് മേളിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിരോധിച്ചുകൊണ്ട് കോടതി വിധി ഉണ്ടായിട്ടും അത് നടപ്പാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജനത പുറകോട്ട് നടക്കുമ്പോൾ ഇതൊക്കെ നടപ്പാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളായിരിക്കും ഇവിടെ മരിച്ചു വീഴുന്നതും മരിച്ചു വീഴാത്തവർ ഏതാണ്ട് ഈ പറയുന്ന പോലെ മരണവേദന തിന്നുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി പഠിച്ചുകൊണ്ട് ഗവൺമെൻറ് അതിനെക്കുറിച്ചുള്ള ഒരു രേഖകൾ പുറത്തോട്ട് വരേണ്ടതാണ്. കാരണം എനിക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വെടിക്കെട്ട് ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം അവരൊരിക്കലും ഇത് വൈറ്റ് മണി ഉപയോഗിച്ചുകൊണ്ടായിരിക്കില്ല ഇത് കൊണ്ടുവരുന്നത്. കാരണം അവർക്ക് 10 കിലോ അല്ലെങ്കിൽ 25 കിലോ ഒരു സ്ഥലത്ത് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്നത് 250 കിലോയോ 500 കിലോയൊക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വൈറ്റ് മണി ഉപയോഗിച്ചുകൊണ്ടോ കൃത്യമായിട്ടോ നടക്കുന്ന ബിസിനസ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് ആയിരക്കണക്കിന് കോടികളുടെ ബിസിനസ്സാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒരു 10-25 കൊല്ലം മുമ്പ് ഇവിടെ മരട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയാം, എറണാകുളത്ത്. അവിടെ മരട്ടിൽ വെടിക്കെട്ട് കാണാൻ പോയപ്പോഴും ഇതുപോലെ തന്നെ ഒരു ചെറിയ അപകടമുണ്ടായി. പക്ഷെ ആ അപകടങ്ങളൊന്നും ഈ കൂട്ടത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഏതാണ്ട് ആയിരക്കണക്കിന് അപകടങ്ങൾ എല്ലാ വർഷവും ഉണ്ടാവുകയും പക്ഷെ ഇതൊക്കെ തന്നെ വലിയ തോതിൽ ഏതാണ്ട് ആസ്വാദ്യകരമാണ് എന്ന് നമ്മുടെ മനസ്സിനെ
തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനുഷ്യന് പല റിസ്കുകളൊക്കെ എടുക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഗർഭം കലക്കി എന്നൊക്കെ പറയുന്നത് വന്ന് പൊട്ടുമ്പോഴേക്കും നമ്മുടെ നെഞ്ചിലടിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ അത്തരത്തിൽ ഗർഭം കലക്കി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉദ്ദേശമല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പോലെ എന്താണ്, തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഇത്തരത്തിൽ നെഞ്ചിലടിക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടണമെന്ന് പറയുന്ന ഒരു കിക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ അത്തരം കിക്കുകളൊക്കെ അനുവദിച്ചു കൊടുക്കുകയല്ല ഒരു ഗവൺമെൻറ്റിൻ്റെയും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഉത്തരവാദിത്തം. അവർ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടതാണ്. ഭയന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ടോ ആചാരവുമായി ബന്ധപ്പെട്ടോ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അത്രയും ശക്തി ഇവർക്ക് വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ നിങ്ങളിങ്ങനെ മൗനം അവലംബിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ശക്തികൾ കൂടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെച്ചിക്കോട്ട് രാമചന്ദ്രനെയൊക്കെ തന്നെ കണ്ണിന് കാഴ്ചയില്ല, കാഴ്ച പരിമിതിയുണ്ട്, ആ പാവം ആനയെ വെറുതെ വിടാൻ പറഞ്ഞിട്ട് പോലും അത് കേൾക്കാൻ തയ്യാറാകാതിരുന്ന ഒരു സമൂഹമുണ്ട്. അവരൊക്കെ പക്ഷെ വളരെ നേരിയ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ തോതിലുള്ള ഒരാളുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മൗനമായിട്ടിരുന്നാൽ ആ നമ്പർ കൂടിക്കൊണ്ടേയിരിക്കും എന്നുകൂടിയാണ് എനിക്ക് രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്. സാധാരണക്കാരായ ജനങ്ങളും മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കണം. ആന ചവിട്ടിക്കൊന്നവരുടെ നമ്പർ പോലും ഏതാണ്ട് 500-ലധികം വരുമെന്നാണ് ഇപ്പോൾ റഫ്ലി നോക്കിയിട്ടുള്ള കണക്കുകൾ എന്നോട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളുടെ പുറകെ നമ്മൾ പോകേണ്ടതില്ല. അതിനേക്കാളൊക്കെ വലിയ വില മനുഷ്യ ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രേക്ഷകർ ഇതിൻ്റെ പുറകെ താഴെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.